സ്കീമിന്റെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ള ഒരു സംഭവമാണ് എന്താണ് സ്ട്രേ, എന്താണ് മോപ്പപ്പ്, എന്താണ് സ്പോട്ട് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, സ്ട്രേ അലോട്ട്മെന്റ് തന്നെയാണ് മോപ്പപ്പ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോർമലി ഉള്ള അലോട്ട്മെന്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതിനുശേഷം നടക്കുന്നതാണ് സ്ട്രേ അല്ലെങ്കിൽ മോപ്പപ്പ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില വർഷങ്ങളിൽ സെക്കൻഡിന് ശേഷം ഡയറക്റ്റ്ലി നടത്തുന്നത് സ്ട്രേ അല്ലെങ്കിൽ മോപ്പപ്പ് ആണ്. അത് നമ്മൾ വേക്കൻസി സീറ്റുകൾ നോക്കുന്ന സമയത്ത് കുറവാണെങ്കിൽ തേർഡ് എന്ന് പറഞ്ഞിട്ട് അലോട്ട്മെന്റ് ആവശ്യകത അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം നടക്കുന്നതാണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രേ അലോട്ട്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നമുക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇത് എൻട്രൻസ് കമ്മീഷന്റെ അണ്ടറിലാണ്, അതായത് എൻട്രൻസ് കമ്മീഷനാണ് നടത്തുന്നത്. ഇതിൽ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രേ അല്ലെങ്കിൽ മോപ്പപ്പിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പുതിയൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ പ്രീവിയസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നഷ്ടപ്പെടത്തില്ല. അതായത് ഇപ്പോൾ സ്ട്രേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയില്ലെങ്കിലും നേരത്തെ കിട്ടിയ കോളേജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി പ്രൈവറ്റ് കോളേജുകാർക്ക്. ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം, സ്പോട്ടിലേക്ക് വരുമ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തും കിട്ടിയില്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് ആ പഴയ കോളേജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, നിങ്ങൾ സേഫ് ആയിരിക്കും. അപ്പോൾ ഇനി സ്പോട്ടിലേക്ക് വരുന്ന സമയത്ത് ഓഫ്ലൈനായിട്ട് റിയൽ ടൈമിൽ നടക്കുന്നതാണ്. ഇവിടെ ഒരു റിസ്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗവൺമെന്റ് കോളേജ് മാറ്റി നിർത്തി നമ്മളിപ്പം പ്രൈവറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടിയില്ലെങ്കിൽ നേരത്തെ കിട്ടിയ കോളേജിൽ നമുക്ക് തിരിച്ചു പോലും ചെല്ലാൻ പറ്റില്ല. കാരണം എന്തെങ്കില അവർ സമ്മതിക്കത്തില്ല, നമ്മുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് തുടർന്ന് അവിടെ പഠിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്കറിയാലോ, അവർക്ക് നഷ്ടമാണ്. പ്രൈവറ്റ് കോളേജാണ്, അപ്പം ഇതൊരു ബിസിനസ്സാണ്. 4 വർഷത്തേക്ക് ആ സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കും. കാരണം സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ പോയിട്ട് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേറെ കോളേജ് കിട്ടുമ്പോൾ അത് പ്രൈവറ്റ് കോളേജിന് നഷ്ടമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾക്ക് പോയി നിങ്ങൾ സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് അവർക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള NOC അവർ തരത്തില്ല. പ്രൈവറ്റ് കോളേജസ് തരാറില്ല. ചില കോളേജസ് തന്നാൽ നോർമലി തരാറില്ല. ആൻഡ് സ്പോട്ടിൽ പ്രൈവറ്റ് നേരത്തെ കിട്ടിയുള്ള വിദ്യാർത്ഥികൾ നോർമലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറവാണ്. കാരണം അതൊരു റിസ്ക് ആണ്. എഞ്ചിനീയറിംഗ് ഓൾറെഡി കിട്ടിയത് വെച്ചിട്ട് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കില്ല. അതെല്ലാം കിട്ടിയില്ലെങ്കിൽ പിന്നെ റീഫണ്ടും അതിന്റെ പുറമേയൊക്കെ പോകണം. റീഫണ്ട് ആ കോളേജിന്റെ സ്വഭാവം പോലെയൊക്കെ ഇരിക്കും നമുക്ക് കിട്ടുന്നേക്കെ. കാരണം ഏറ്റവും ഫൈനൽ ഫേസിലാണല്ലോ നിങ്ങൾ ഔട്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൃത്യമായ രീതിയിലാണ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്പോട്ട് നടത്തുന്ന അതാത് കോളേജുകളാണ് നടത്തുന്നത്. ഗവൺമെന്റ് കേസിൽ മാത്രം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അലോട്ട്മെന്റ് ആയിരിക്കും. GC തൃശ്ശൂർ വെച്ചിട്ടാണ് കഴിഞ്ഞ 2 വർഷങ്ങൾ നടന്നത്. ഈ വർഷം അവിടെ വെച്ച് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അവിടെയും ഈ പറഞ്ഞുകൊണ്ട് സ്പോട്ടിൽ നമുക്ക് വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഉണ്ടെങ്കിലായിരിക്കും നടത്തുന്നുണ്ടായിരിക്കാം. പിന്നെ പുതിയതായിട്ട് ഓപ്ഷൻസ് വെക്കാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദി ഇയേഴ്സിൽ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് കിട്ടിയിട്ട് കോളേജ് കളഞ്ഞിട്ട് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ പിന്നീട് മൈൻഡ് മാറുവാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. മൊബൈലിലും ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്.